ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 4, പ്രതിസന്ധികളെ ടാറ്റ. ഞാൻ ജോസഫ് മറ്റപ്പള്ളി. പ്രതിസന്ധികളില്ലാത്തവരില്ല. ഒരേ പ്രതിസന്ധിയാണെങ്കിലും ഓരോരുത്തരും അതിനെ നേരിടുന്നത് വിവിധ രീതികളിൽ. പ്രതിസന്ധികളെ നേരിടേണ്ടത് ആഘോഷമായിട്ട് തന്നെ വേണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പേടിച്ചോടാൻ തയ്യാറെടുക്കുന്നവൻ എവിടം വരെ ഓടേണ്ടി വരുമെന്ന് പറയാൻ വയ്യ. മദ്യത്തിന് പിന്നിൽ ഒളിക്കാൻ പരിശീലിക്കുന്നവനും എന്തെങ്കിലും പുറത്തു വന്നേ മതിയാവും. യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ കാലിഫോർണിയയിലെ പേരെടുത്ത ഒരു മോട്ടിവേഷണൽ പ്രഭാഷകനും പ്രത്യേക വിദ്യാഭ്യാസ വിഭാഗത്തിൽ പ്രൊഫസറുമായിരുന്നു ലിയോ ബെസ്കാഗ്ലിയ. അദ്ദേഹത്തിൻ്റെ അമ്മ അവരുടെ വീട്ടിൽ വെച്ച് നടത്തിയ ദുരിതത്താഴ്, മിസറി ഡിന്നർ എന്ന് വിളിക്കുന്ന ഒരു ചടങ്ങിൻ്റെ കഥ അദ്ദേഹം പറയുന്നു. ഒരു ദിവസം ജോലിയും കഴിഞ്ഞ് പപ്പ വീട്ടിൽ വരുന്നു. എല്ലാവരെയും വിളിച്ച് ചുറ്റും നിർത്തി പറയുന്നു, എൻ്റെ ബിസിനസ് പാർട്ട്ണർ എന്നെ വഞ്ചിച്ചു, സർവ്വതും കൈക്കലാക്കി അയാൾ അപ്രത്യക്ഷനായിരിക്കുന്നു. നാം ഇനി പൂർണ്ണ ദാരിദ്ര്യത്തിലായിരിക്കും കഴിയേണ്ടി വരിക. എല്ലാവരും സ്തബ്ധരായി നിന്നുപോയി. പിറ്റേന്ന് സ്കൂളിൽ പോയ കുട്ടികൾ തിരിച്ചു വന്നത് ഇന്ന് വൈകിട്ട് എന്ത് കഴിക്കുമെന്നതിനെപ്പറ്റി കൂടി ചിന്തിച്ചുകൊണ്ടായിരുന്നു അത്രേ. പ്രൊഫസർ ലിയോ ബെസ്കാഗ്ലിയ പറയുന്നത് അന്നായിരുന്നു ആ വീട്ടിൽ ഏറ്റവും വലിയ ആഘോഷം നടന്നതെന്നാണ്. ആരോടും ചോദിക്കാതെ അല്പം ആഭരണമൊക്കെ വിറ്റ് മനോഹരമായ ഒരു അത്താഴമുണ്ടാക്കി തയ്യാറായിരുന്നു ലേഡി ബെസ്കാഗ്ലിയ. ആ സദ്യയെയാണ് ദുരിത സദ്യ എന്ന് പ്രൊഫസർ ലിയോ വിളിക്കുന്നത്. പപ്പ ഇതുകൊണ്ട് തെറ്റിദ്ധരിച്ചു എന്ന് പറയാം. മമ്മായിക്ക് എന്തോ കുഴപ്പമുണ്ടായിരിക്കുന്നു എന്ന് തന്നെയായിരുന്നു പപ്പ കരുതിയത്. നിനക്ക് എന്ത് പറ്റി? പപ്പ ചോദിച്ചു. മിസസ് ബെസ്കാഗ്ലിയ പറഞ്ഞു, ഇപ്പോഴാണ് സന്തോഷിക്കേണ്ടത്. ആഘോഷം വേണ്ടത് നമുക്ക് ആവശ്യമുള്ളപ്പോഴാണ്, അല്ലാതെ അടുത്ത ആഴ്ച അല്ല. അത്താഴത്തിന് എല്ലാവരും ഒത്തുകൂടിയപ്പോൾ മൂത്ത മകൾ പറഞ്ഞു, ഞാൻ അല്പം ഓവർ ടൈം ജോലി ചെയ്യാം. ലിയോ പറഞ്ഞു, ഞാൻ മാസികകൾ വിൽക്കാം. തകർച്ചയുടെ ദൈന്യത പെട്ടെന്ന് ഉയരാനുള്ള ആവേശമായി മാറി. ബെസ്കാഗ്ലിയ ദമ്പതികൾ കടന്നുപോയത് അവർക്ക് പോയതിനേക്കാൾ ഏറെ സമ്പാദിച്ചുകൊണ്ടായിരുന്നു. ഒരിക്കലൊരു യോദ്ധാവ് ആയുധ പരിശീലനത്തിനായി കളരിയിൽ ചെന്നു. ഒന്നൊന്നായി പ്രതിരോധത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും ചുവടുകൾ യോദ്ധാവ് പഠിച്ചു. പരിശീലകൻ വ്യാളിയെ കൊല്ലുന്നതിൽ കൂടുതൽ പരിശീലനവും യോദ്ധാവിന് നൽകി. ഇനി യഥാർത്ഥ വ്യാളികളെ കൊല്ലാൻ തയ്യാറായിക്കൊള്ളുകയെന്ന് പരിശീലകൻ പറഞ്ഞു. ഇത് കേട്ടത് യോദ്ധാവ് വിറയ്ക്കാൻ തുടങ്ങി. പരിശീലകൻ അയാളോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു മന്ത്രവും തരുന്നു. വ്യാളിയെ കാണുമ്പോൾ ഈ മന്ത്രം ചൊല്ലുക, വ്യാളി നിസ്സഹായനായി മാറും. പരിശീലകന് യോദ്ധാവിന് വലിയ വിശ്വാസമായിരുന്നു. താമസിയാതെ അയാൾ പ്രസിദ്ധനായ വ്യാളിക്കൊലയാളിയായി മാറി. പട്ടണത്തിലെങ്ങും അയാളുടെ പ്രശസ്തി വ്യാപിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞ് പരിശീലകനെ വീണ്ടും കാണാനിടയായപ്പോഴാണ് മന്ത്രത്തിൽ ഒരു കഥയുമില്ലായിരുന്നെന്ന് യോദ്ധാവ് അറിഞ്ഞത്. ഒരാൾ ബിസിനസ്സിൽ അടിപടലം തകർന്ന് ബീച്ചിൽ വന്നിരുന്നൊരു കഥയുണ്ട്. യാദൃച്ഛികമായി അയാൾ ഒരു മധ്യവയസ്കനുമായി പരിചയപ്പെട്ടു. തൻ്റെ തകർച്ചയുടെ കഥ ഈ ബിസിനസ്സുകാരൻ അയാളോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ തൻ്റെ പോക്കറ്റിൽ നിന്ന് ചെക്ക് ബുക്ക് എടുത്ത് $1,00,000 ഒരു ചെക്ക് എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, അടുത്ത വർഷം ഇതേ ദിവസം ഇതേ സമയത്ത് ഞാൻ വരും. അപ്പോൾ മുഴുവൻ തുകയും തിരിച്ചു തരണം, ഇല്ലെങ്കിൽ. ഇത്രയും പറഞ്ഞിട്ട് അപരിചിതൻ പോവുകയും ചെയ്തു. ഈ ചെക്കിൽ ഒപ്പിട്ടിരിക്കുന്നത് ആരാണെന്ന് ബിസിനസ്സുകാരൻ നോക്കി. ഹീറോ ബഫ് എന്നാണ് എഴുതിയിരുന്നത്. ഇയാൾ പോയി കഴിഞ്ഞപ്പോഴാണ് ഇത് കുപ്രസിദ്ധമായ അമേരിക്കൻ മയക്കുമരുന്ന് സംഘത്തിൻ്റെ തലവൻ്റെ പേരാണല്ലോ എന്നോർത്തത്. ബിസിനസ്സുകാരൻ ആകെ പരവശനായി. പണം തിരിച്ചു കൊടുക്കാതിരുന്നാലും കൊല്ലും, ബിസിനസ് മെച്ചപ്പെടുത്താതിരുന്നാലും കൊല്ലും. ചിലപ്പോൾ ചെക്ക് കൈപ്പറ്റിയതിനും അയാൾ വിധിക്കുന്നത് മരണമായിരിക്കാം. അയാളുടെ ചരിത്രം അത്ര ഭീകരമായിരുന്നു. ആ ചെക്ക് അയാൾ ഭദ്രമായി വെച്ചു. പതിയെ ചെറിയ ചെറിയ കടങ്ങളെടുത്ത് വ്യാപാരങ്ങൾ ചെയ്തു തുടങ്ങി. ഒക്കെയാണെങ്കിലും അത്യാവശ്യം വന്നാൽ ചെക്ക് മാറണമെന്നും അയാൾ വിചാരിച്ചിരുന്നു. ഒന്നും വേണ്ടി വന്നില്ല. ബിസിനസ് വളർന്നു. കൃത്യം 365 ദിവസം കഴിഞ്ഞപ്പോൾ ചെക്കുമായി ഇയാൾ ബീച്ചിലെത്തി. ഏറെ നേരം നിന്നിട്ടും ആളിനെ കാണാതായപ്പോൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോം ഗാർഡിനോട് ഇങ്ങനെ ഒരാളിനെ പറ്റി അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു. ഇങ്ങനെ ഒരു ചെക്ക് കിട്ടിയിരുന്നെന്നും പറഞ്ഞു. അത്രയും കേട്ടപ്പോൾ ഗാർഡിന് കാര്യം മനസ്സിലായി. മാനസിക ആശുപത്രിയിൽ നിന്നും ചാടി ആ പേരിൽ ഒരാൾ ബീച്ചിലൂടെ കുറച്ചുനാൾ അലഞ്ഞു നടന്നിരുന്നെന്നും കുറേ ചെക്കുകൾ വിതരണം ചെയ്തിരുന്നെന്നും ഗാർഡ് പറഞ്ഞു. അത്രയും പണം കയ്യിലുണ്ടെന്ന ആത്മവിശ്വാസം ആ ബിസിനസ്സുകാരൻ്റെ ഭാവി മാറ്റിമറിച്ചു. യഥാർത്ഥ ജീവിതത്തിലാണെങ്കിലും പ്രതിസന്ധികളിൽ നമ്മുടെ ജയാപജയങ്ങൾ നിശ്ചയിക്കുന്നത് മനസ്സ് തന്നെ. ഈ മനസ്സിനെ മെരുക്കാൻ പഠിച്ചാൽ
പടുകുഴിയിൽ നിന്ന് പോലും ഉയർത്തെണീൽക്കാൻ ആർക്കും കഴിഞ്ഞെന്നിരിക്കും. പ്രതിസന്ധികൾക്ക് മിക്കപ്പോഴും നായ്ക്കളുടെ സ്വഭാവമാണ്. തിരിഞ്ഞു നിന്നാൽ ഓടിക്കളയും. മികച്ച മനോഭാവം എന്ന് പറയുന്നത് ഭേദപ്പെട്ട ഭാവിയിലേക്കുള്ള ഒരുവൻ്റെ പാസ്പോർട്ടാണെന്നാണ് ജെഫ് കെല്ലർ പറയുന്നത്. നന്ദി. വീണ്ടും കാണാം.